മൂന്ന് സഹോദരങ്ങൾ, ഒരൊറ്റ ട്രെയിൻ, പറഞ്ഞു തീർക്കാത്ത പല പല ഇമോഷൻസ്. വെസ് ആൻഡേഴ്സന്റെ ദ ഡാർജിലിംഗ് ലിമിറ്റഡ് ഒറ്റ നോട്ടത്തിലൊരു വേറിട്ട കോമഡി ട്രാവൽ മൂവിയായി തോന്നുമെങ്കിലും വളരെ മീനിങ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മൂവിയാണിത്. 2007 ഇറങ്ങിയ പടമാണെങ്കിലും ഇന്നും സിനിമാ പ്രേമികളുടെ ഇടയിലെ ഒരു കൾട്ട് ക്ലാസിക് തന്നെയാണ്. ഫാമിലി ഡ്രാമ, കോമഡി, സ്പിരിച്വാലിറ്റി, മൂവിങ് ഓൺ, അങ്ങനെയെല്ലാം ഇതിലുണ്ട്. ഈ മൂവിയെ ഡിഫറെൻ്റ് ആക്കുന്നത് ഇതിൽ കാണിക്കുന്ന ട്രെയിൻ യാത്ര നമ്മുടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിനെ ആയിട്ടാണ് ഉപമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ വേദനകളും നമ്മൾ നേരിടേണ്ട കാര്യങ്ങളും കാലങ്ങളോളം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ദുഃഖങ്ങളുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡേഴ്സന്റെ സിഗ്നേച്ചർ സ്റ്റൈലായ സിഗ്മെട്രിക്കൽ ഫ്രെയിംസ്, വൈബ്രൻറ്റ് കളേഴ്സ്, വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ മ്യൂസിക് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള BGM എല്ലാം പടത്തിൻ്റെ വൈബ് കൂട്ടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ 3 സഹോദരങ്ങളാണ് ഇതിലുള്ളത്: ഫ്രാൻസിസ് വിറ്റ്മാൻ, പീറ്റർ വിറ്റ്മാൻ ആൻഡ് ജാക്ക് വിറ്റ്മാൻ. ഒരു വർഷം മുൻപ് നടന്നിട്ടുള്ള അവരുടെ അച്ഛൻ്റെ മരണശേഷം അവരാരും തന്നെ ഒരു ബന്ധവും ഇല്ലായിരുന്നു. പണ്ട് അവരെല്ലാവരും നല്ല ഫാമിലിയായി ഒത്തൊരുമയിലായിരുന്നെങ്കിലും പിന്നീട് ഓരോരുത്തരും ഓരോ വഴിക്കാവുകയും ഇപ്പോൾ പല പല പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയുമാണ്. 3 പേരും ഉള്ളിൽ കുറേ ഭാരം ചുമക്കുന്നതായി പറയുന്നുണ്ട്. ഫ്രാൻസിസിനെ പറ്റി പറയുകയാണെങ്കിൽ അവനാണ് മൂത്തവൻ. വളരെ ബോസിയും കൺട്രോളിങ്ങുമായിട്ടുള്ള ക്യാരക്ടറാണ്. ഈ അടുത്തൊരു വലിയ ബൈക്ക് ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അവൻ്റെ ഫേസ് എല്ലാം ബാൻഡേജ് വെച്ച് കെട്ടിയ രൂപത്തിലാണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് അവൻ്റെ പെയിൻ മറയ്ക്കുന്ന ഒരു മാസ്ക് പോലെയുണ്ട്. പിന്നെ പീറ്റർ, രണ്ടാമത്തവൻ, എപ്പോഴും റെസ്റ്റ്ലെസ്സും ആങ്ഷ്യസും ആയിട്ടുള്ള ഒരാളാണ്. അവനൊരു അച്ഛനവൻ പോവുകയാണ്, പക്ഷേ ആ റിയാലിറ്റി ഫേസ് ചെയ്യാൻ അവൻ തയ്യാറല്ല. പിന്നെയുള്ളതാണ് ജാക്ക്, 11. അവനൊരു ഡ്രീമറാണ്. അവൻ്റെ വിഷമങ്ങളെല്ലാം ചെറുകഥയായി എഴുതി തീർക്കലാണ് അവൻ്റെ പണി. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്തെന്നാൽ, ഈ മൂവി ഇറക്കുന്നതിന് മുൻപ് ആൻഡേഴ്സൺ ഇതിൻ്റെ പ്രൊലോഗായി ഹോട്ടൽ ഷെവലിയർ എന്ന ഷോർട്ട് ഫിലിം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ജാക്കും നാറ്റലി പോർട്ട്മാൻ അവൻ്റെ ഗേൾഫ്രണ്ടായി അഭിനയിച്ച ക്യാരക്ടറും തമ്മിലുള്ളൊരു ഫെയിൽഡ് റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഇതിലൂടെ അവൻ്റെ മാനസികാവസ്ഥയുടെ ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ 3 പേരും മനസ്സിൽ കുറേ വിഷമങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതെങ്ങനെ ഹീൽ ചെയ്യണമെന്നവർക്ക് അറിയുമില്ല. പിന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം അവരുടെ കയ്യിൽ കുറേ അധികം ലഗേജസ് ഉള്ളതായി. അത് ആക്ച്വലി അവരുടെ അച്ഛൻ്റെ ബാഗേജസ് ആണ്. ലിറ്ററലി അവരുടെ അച്ഛൻ മരിച്ചതിൻ്റെ ഗ്രീഫ് അവർ ഇപ്പോഴും ബാഗേജായി കൊണ്ട് നടക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മൂവി തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഒരു ചേസിങ് സീനാണ്. ബിൽ മുറെ ക്യാമിയോ റോൾ ചെയ്ത ഒരു ബിസിനസ്മാൻ. അദ്ദേഹം ടാക്സിയിൽ ട്രെയിൻ മിസ്സാവാതിരിക്കാൻ ഹൈ സ്പീഡിൽ പോകുന്നു. സ്റ്റേഷനിലെത്തി ട്രെയിനിന് പിന്നാലെ ഓടുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഓടിക്കയറാൻ പറ്റുന്നില്ല. ഇതേ സമയം ബില്ലിനെ മറികടന്ന് ഓടി വരുന്ന പീറ്ററിനെ നമുക്ക് കാണാം. അവൻ ട്രെയിനിലേക്ക് ഓടിക്കയറുന്നു. വിധി അല്ലെങ്കിൽ അവൻ അതിൽ കയറണമെന്നൊരു ഡെസ്റ്റിനി ഉണ്ടായ പോലെ കാണിക്കുന്നു. അങ്ങനെ അവിടുന്ന് അവൻ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നടന്നു പോവുകയാണ്. അവൻ്റെ കോച്ചിലേക്ക് കടന്നപ്പോൾ അവിടെ ഉറങ്ങുന്നതായി കാണിക്കുന്നതാണ് ജാക്ക്. പിന്നാലെ തന്നെ ഫ്രാൻസിസിനെയും നമുക്ക് കാണാം. ഫ്രാൻസിസ് ആണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു സ്പിരിച്വൽ ജേർണി എന്നാണ് അവൻ പറയുന്നത്. പണ്ടത്തെ പോലെ വീണ്ടും റീകണക്ട് ചെയ്ത് ഒന്നിച്ച് മുന്നോട്ട് പോകാനാണ് അവൻ ഈ ട്രിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. അവരുടെ അമ്മയായും അവരാരും തന്നെ കോണ്ടാക്റ്റിലുണ്ടായിരുന്നില്ല. ആക്ച്വലി അമ്മ എവിടെയാണെന്ന് പോലും അവർക്കറിയില്ല. അങ്ങനെ അവരുടെ ട്രെയിൻ ജേർണി തുടങ്ങുമ്പോൾ തന്നെ ബ്രദേഴ്സിൻ്റെ ഇടയിൽ സാധാരണ ഉണ്ടാവുന്ന ഫൈറ്റ്സ് ഒക്കെ നടക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഫ്രാൻസിസിൻ്റെ കൺട്രോളിങ് കണ്ട് പീറ്ററും ജാക്കും ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറം അവരുടെ ഇടയിലൊരു സ്ട്രോങ് ബോണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫ്രാൻസിസിന് ഈ ജേർണി കോർഡിനേറ്റ് ചെയ്യാനൊരു അസിസ്റ്റൻറ്റുമുണ്ട്, ബ്രെൻഡൻ. അവനാണ് അവരുടെ ട്രിപ്പിൻ്റെ ഐറ്റിനറിയും ബാക്കിയെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഫ്രാൻസിസിനെ അപ്ഡേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ഇടയ്ക്ക് ബ്രെൻഡൻ വരുന്നത് കാണിക്കുന്നുണ്ട്. അവർ അതിന് മാത്രം മാറി നിന്നാണ് സംസാരിക്കുന്നത്. എന്തായി കാര്യങ്ങൾ, കോൺടാക്ട് ചെയ്തോ, മെസ്സേജ് കിട്ടിയോ എന്നൊക്കെ ഫ്രാൻസിസ് അവനോട് ചോദിക്കുന്നു. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നില്ല. പീറ്റർ ഫുൾ ടൈം തലവേദന എന്നൊക്കെ പറഞ്ഞ് ഓരോ മെഡിസിൻസ് എടുത്ത് കഴിക്കുന്നതായി കാണിക്കുന്നു. ജാക്ക് ആണെങ്കിൽ അവൻ്റെ ഫെയിൽഡ് റിലേഷൻഷിപ്പിൻ്റെ ഹാങ് ഓവറിലാണ്. ട്രെയിനിലെ ഒരു ലേഡി സ്റ്റാഫുമായി ഫ്ലിങ്ങും നടക്കുന്നുണ്ട്. ട്രെയിൻ ജേർണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സ്പിരിച്വൽ ജേർണിയൊക്കെ ഇപ്പോൾ ഒരു വഴിക്കാവുന്നുണ്ട്. അവർ ഏതൊക്കെയോ അമ്പലങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും വർക്ക് ആവുന്നുണ്ടോ, ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. അവരുടെ ഉള്ളിലെ ഗ്രീഫ് അവർ ഫേസ് ചെയ്യാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തത് ഹീൽ ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ അവർ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടുന്നതായും കാണിക്കുന്നു. ജാക്ക് എന്തിനെന്നറിയാതെ പെപ്പർ സ്പ്രേ വാങ്ങുന്നു. പീറ്റർ ഒരു പെറ്റായി പാമ്പിനെയൊക്കെ വാങ്ങി വരുന്നു. അങ്ങനെ എന്തൊക്കെയോ ചെയ്തവർ സങ്കടങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. അവർ തിരിച്ച് ട്രെയിനിലേക്ക് മടങ്ങുന്നു. ഫ്രാൻസിസ് പറഞ്ഞ പ്രകാരം ബ്രെൻഡൻ അവർക്കൊരു സ്പെഷ്യൽ റീച്വൽ ചെയ്യാൻ വേണ്ടി മയിൽപീലിയും അത് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നുണ്ട്.
പിന്നെ ബ്രണ്ടനുമായി ഫ്രാൻസിസ് വീണ്ടും മാറി നിന്ന് സംസാരിക്കുന്നു. ഇപ്പോഴാണ് അവരുടെ അമ്മയെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഫ്രാൻസിസ് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഹയർ ചെയ്ത് അവൻ്റെ അമ്മയെ കണ്ടുപിടിക്കുകയും അമ്മ ഇപ്പോൾ ഹിമാലയത്തിലുള്ള ഏതോ കോൺവെൻറ്റിൽ സിസ്റ്ററായി ജീവിക്കുകയാണെന്നും അറിയുന്നു. ഈ സ്പിരിച്വൽ ജേണി ശരിക്കും അമ്മയെ അവിടെ പോയി കാണുകയും തിരിച്ചു കൊണ്ടുവരികയുമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ട്രെയിൻ ജേണി മുന്നോട്ട് പോകുന്നുണ്ട്. അവർ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പീറ്റർ പെട്ടെന്ന് അവൻ്റെ സ്നേക്കിനെ കാണാനില്ല, അതിലൊരു ഹോൾ ഉണ്ടായിരുന്നു, അത് മിസ്സിംഗ് ആണെന്നൊക്കെ പറയുന്നു. അവർ ബഹളമുണ്ടാക്കി എല്ലാവരെയും അറിയിക്കുന്നു. ട്രെയിനിലെ ടി വന്ന് സ്നേക്കിനെ പിടിച്ചു കൊണ്ടുപോയി അവർക്ക് ലാസ്റ്റ് വാർണിംഗ് കൊടുക്കുകയാണ്. ഇനി ക്യാബിൻ വിട്ട് പുറത്തിറങ്ങരുതെന്നും പറയുന്നു. അടുത്ത സ്റ്റോപ്പ് വരുമ്പോൾ വീണ്ടും ഓരോ അമ്പലങ്ങളിൽ അവർ പോകുന്നതായി കാണിക്കുന്നു. അടുത്ത മോർണിംഗ് ട്രെയിൻ ഒരു മരുഭൂമിയിൽ നിർത്തിയിട്ടതായി കാണിക്കുന്നു. കാര്യം തിരക്കിയപ്പോൾ ട്രെയിനിന് വഴി തെറ്റിയതാണെന്നാണ് പറയുന്നത്. ജാക്കപ്പ് ചോദിക്കുന്നുണ്ട് ട്രെയിനിന് എങ്ങനെയാണ് വഴി തെറ്റാതെ, റെയിൽസിലൂടെയല്ലേ പോകുന്നതെന്ന്. നമ്മളപ്പോൾ എവിടെയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, നമ്മളെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഫ്രാൻസിസ് പറയുകയാണ്, അത് വളരെ സിംബോളിക് ആണല്ലോ, നമ്മളെ തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഫ്രാൻസിസിന് ആ സ്പെഷ്യൽ റീച്ചൽ ചെയ്യാൻ പറ്റിയ സമയമായെന്ന് തോന്നുകയും ദൂരെ കാണുന്ന ഒരു മൊട്ടക്കുന്നിലേക്ക് അവരോട് വരാൻ പറയുകയും ചെയ്യുന്നു. അവിടെ എത്തിയപ്പോൾ പിന്നെ അവൻ ശരിക്കും അവരെ വിളിച്ചു വരുത്തതിൻ്റെ കാര്യം പറയുന്നു, അവരുടെ അമ്മയെപ്പറ്റി. അവരൊന്ന് ചെറുതായി ഞെട്ടുന്നുണ്ട്. അമ്മയ്ക്ക് നമ്മളെ കാണണമെന്നുണ്ടോ എന്നവർ ചോദിക്കുന്നു. ഇല്ല എന്നാണ് തോന്നുന്നത്, പക്ഷെ ചിലപ്പോൾ ഉണ്ടെങ്കിലോ എന്നാണ് അവൻ പറയുന്നത്. ഇതറിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന വിഷമത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഇതുവരെ പറയാതിരുന്നതെന്ന് പറയുന്നു. അമ്മ എന്തെങ്കിലും മെൻ്റൽ കൊളാപ്സിലായിട്ട് പോയതാവും, നമുക്ക് പോയി കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ എടുക്കാൻ സമയമായപ്പോൾ അവർ തിരിച്ച് ട്രെയിൻ കയറാൻ ഓടുന്നു. വീണ്ടും ട്രെയിനിൽ നിന്ന് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ഇടയിൽ ഫൈറ്റ് ആവുന്നുണ്ട്. ഇവിടെ പീറ്ററിൻ്റെ ഒരു ഇഷ്യൂ എന്തെന്നാൽ അച്ഛനെ നഷ്ടപ്പെട്ടതിൻ്റെ ഗ്രീഫ് അവൻ അച്ഛൻ്റെ ഓരോ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് തീർക്കാൻ നോക്കുന്നത്. ഒരു ചെറിയ കുട്ടി അച്ഛൻ്റെ തണൽ തേടി പോകുന്നത് പോലെ. അവൻ അച്ഛൻ്റെ സൺഗ്ലാസ്, കാർ കീസ്, റേസർ എല്ലാം യൂസ് ചെയ്യുന്നു. ഇതെല്ലാം അവർക്ക് 3 പേർക്കും അവകാശപ്പെട്ടതാണ്. അത് അവരോട് ചോദിക്കാതെ എടുത്തത് എന്തിനാണെന്നൊക്കെ ചോദിച്ച് ഫ്രാൻസിസ് അവനോട് അടിയുണ്ടാക്കുന്നു. അച്ഛൻ്റെ ഫേവറേറ്റ് സൺ ഞാനാണെന്നും പീറ്റർ പറയുന്നുണ്ട്. ഈ പ്രാവശ്യം അതൊരു വലിയ ഫൈറ്റിലേക്കാണ് പോകുന്നത്. ജാക്ക് സഹികെട്ട് 2 പേരുടെ മുഖത്തേക്കും പെപ്പർ സ്പ്രേ എടുത്ത് അടിക്കുന്നു. ആകെ മൊത്തം ബഹളമാകുന്നു. ജാക്ക് അവരുടെ ക്യാബിൻ്റെ പുറത്തേക്ക് ഓടിപ്പോകുന്ന വഴിക്ക് അവിടുത്തെ ഡോറിൻ്റെ ചില്ലൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ അവരെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അവിടെ വെച്ച് ബ്രണ്ടൻ അവരുടെ അമ്മയിൽ നിന്ന് കിട്ടിയ ലെറ്റർ അവർക്ക് കൊടുക്കുന്നു. സംസാരത്തിനിടെ ഫ്രാൻസിസ് ബ്രണ്ടനോട് എന്തോ മീനായി പറയുകയും അവിടെ നിന്ന് ബ്രണ്ടൻ ക്വിറ്റ് ചെയ്ത് പോകുന്നതും നമുക്ക് കാണാം. അമ്മയുടെ ലെറ്റർ ഇങ്ങനെയായിരുന്നു: ഇങ്ങോട്ടിപ്പോൾ വരാൻ പറ്റിയ സമയമല്ല, അടുത്തുള്ള ഗ്രാമത്തിൽ എമർജൻസി ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോവേണ്ടി വരും. നിങ്ങൾ പോയിട്ട് അടുത്ത സ്പ്രിങ്ങിൽ വന്നോളൂ. അതുപോലെ ഇവിടെ ഒരു മനുഷ്യനെ തിന്നുന്ന പുലിയും ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നത് ഇപ്പോൾ ഡേഞ്ചറാണ്. ഇതൂടെ ആയപ്പോൾ അവരാകെ ഡാർക്ക് അടിച്ചിരിക്കാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ഗൈഡ് ചെയ്യാൻ ബ്രണ്ടനുമില്ല. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാമെന്നവർ തീരുമാനിക്കുന്നു. പോകുന്നതിന് മുൻപ് ഫൈനലായ സ്പെഷ്യൽ റീച്വൽ ചെയ്യാമെന്നവർ പറയുകയാണ്. റീച്വൽ ചെയ്യാനായി 3 പേരും 3 കോണിൽ പോയി എന്തൊക്കെയോ കാണിക്കുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ പീറ്ററും ജാക്കും അത് കറക്റ്റായി അല്ല ചെയ്തതെന്ന് മനസ്സിലാവുകയാണ്. അതും ഫെയിലായതിൽ അവർ വിഷമിക്കുന്നു. ഇവിടെയാണ് അവരുടെ സ്പിരിച്വൽ ജേണി അവസാനിക്കുകയും റിയൽ ജേണി തുടങ്ങുകയും ചെയ്യുന്നത്. പിന്നീട് അടുത്തുള്ള എയർപോർട്ട് തെരഞ്ഞുള്ള നടത്തമായി. ഇപ്പോൾ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നൊരു മൊമെൻറ്റിലേക്കാണ് അവർ നടക്കുന്നത്. ദൂരെ 3 കുട്ടികൾ ഒരു ചെങ്ങാടത്തിൽ പുഴ കടക്കാൻ ശ്രമിക്കുന്നതായി കാണുന്നു. ഒഴുക്ക് കൂടുതലായി കുട്ടികൾ വെള്ളത്തിലേക്ക് വീഴുകയാണ്. അവർ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. എങ്ങനെയൊക്കെയോ അവർ 2 കുട്ടികളെ കരക്കെത്തിച്ചു. 3ാമത്തെ കുട്ടിയെ അവർക്ക് രക്ഷിക്കാനായില്ല. ആ കുട്ടി മരണപ്പെട്ടു. ഇതവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അവൻ ആ കുട്ടികളെ അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. മരണപ്പെട്ട കുട്ടിയുടെ അച്ഛനായി കാണിക്കുന്നത് ഇർഫാൻ ഖാനെയാണ്. ഗ്രാമത്തിലുള്ളവർ അവരോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. കുറച്ച് കഴിഞ്ഞവർ പോകാനിറങ്ങിയപ്പോൾ അവരോട് വന്ന ആ കുട്ടിയുടെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്തിട്ട് പോകാമെന്ന് പറയുന്നു. അപ്പോൾ അവർക്കൊരു റിലീഫ് കിട്ടുന്നതായി കാണിക്കുന്നുണ്ട്. വളരെ മിനിമൽ ഡയലോഗ്സാണ് ഈ ഒരു പോർഷനിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡർസൺ കൂടുതലും ഫോക്കസ് ചെയ്തത് ആ ഒരു സൈലൻസും കളേഴ്സും ഫ്യൂണറൽ റീച്വൽസും അവിടുത്തെ ഗ്രാമവാസികളിലൊക്കെ ആയിരുന്നു. ഇതിലൂടെ അവരുടെ 3 പേരുടെയും ഉള്ളിലുണ്ടായിരുന്ന ഫീലിങ്സും വിഷമങ്ങളെല്ലാം പുറത്തു വരികയാണ്.
അവരുടെ അച്ഛൻ പോയതിലുള്ള ഗ്രീഫ് എല്ലാം മെല്ലെ മെല്ലെ അവർ ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. ഈ ഫ്യൂണറൽ അവർക്ക് അവരുടെ അച്ഛൻ്റെ ഫ്യൂണറൽ ഓർമ്മപ്പെടുത്തി. അവർക്കിപ്പോൾ കൂടുതൽ റിലീഫ് കിട്ടുന്നതായി കാണിക്കുന്നുണ്ട്. അന്ന് രാത്രി അവർ അവിടെ തന്നെ താമസിച്ചു. അടുത്ത ദിവസം അവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഗ്രാമവാസികൾ അവരെ നന്ദി പറഞ്ഞ് യാത്ര അയക്കുന്നത് കാണാം. അവരിനി നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എയർപോർട്ടിലെത്തി അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഈ സമയം അവർ 3 പേരും ഓരോ ഫോൺ കോൾസ് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അവർ ശരിക്കും ഹീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു ആക്ഷൻ എടുത്തതായിട്ടാണ്. ഇത്രയും നാൾ ഓടിയൊളിഞ്ഞ കാര്യങ്ങളെല്ലാം അവർ നേരിടാൻ തുടങ്ങുകയാണ്. അതിനുശേഷം ഫ്രഷപ്പ് ആവാൻ അവർ റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. അവിടെ 3 പേരും മിററിൽ നോക്കി നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഫ്രാൻസിസ് അവൻ്റെ ഫേസിലുണ്ടായിരുന്ന ബാൻഡേജ് എല്ലാം അഴിക്കുന്നതായി കാണിക്കുന്നു. മുറിവുകളൊക്കെ ഉണങ്ങി തുടങ്ങി, പക്ഷേ ഇനിയും കുറേ പോകാനുണ്ട്. ഫ്രാൻസിസ് ഫേസിലിട്ടൊരു മാസ്ക് ഊരിയെടുത്ത് അവൻ്റെ റിയൽ ഫേസ് അവൻ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതായി ഇത് സിംപലൈസ് ചെയ്യുന്നു. അവിടുന്ന് നേരെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ അവർ പോകുന്നു. ഇവിടെ വെച്ച് അവർക്ക് വീണ്ടും ഓരോ ചിന്തകൾ വരികയാണ്. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോൾ അമ്മയെ കൂടെ കാണാം എന്നവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ നേരെ അമ്മയുടെ കോൺവെൻറ്റിലേക്ക് വിടുന്നു. അമ്മയെ കാണുമ്പോൾ അവർ കൂടുതൽ കംഫർട്ട്, ആൻസേഴ്സ്, എക്സ്പ്ലനേഷൻ, ക്ലോഷർ എല്ലാം ആഗ്രഹിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അമ്മ അവർക്ക് വേണ്ടതൊന്നും കൊടുത്തില്ല. അവരുടെ ചോദ്യത്തിനൊന്നും ഉത്തരവും കൊടുത്തില്ല. അമ്മയുടെ ബിഹേവിയർ അവർക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി. അടുത്ത മോർണിംഗ് അവരോട് പറയാതെ അമ്മ വീണ്ടും അവിടെ നിന്ന് എങ്ങോട്ടോ പോവുകയും ചെയ്തു. കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരും, പക്ഷേ അത് അങ്ങനെയാണ്. നമ്മുടെ വിഷമങ്ങൾ നമ്മൾ തന്നെ ഡീൽ ചെയ്യണം. ക്ലോഷർ നമ്മുടെ പാരൻസോ മറ്റുള്ളവരോ നമുക്ക് തരേണ്ട ഒന്നല്ല, നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. ഇനിയാണ് ഈ പടത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ട് കാണിക്കുന്നത്. ആ ട്രെയിനിൻ്റെ ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഈ പടത്തിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ജീവിതം കാണിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ ലൈഫിൽ ജീവിക്കുന്നു, അവരുടെ ലൈഫ് ബാഗേജും കൊണ്ട്. എന്നിരുന്നാലും എല്ലാവരും മുന്നോട്ട് തന്നെയാണ് പോകുന്നത്, അതും ഒരുമിച്ച്. ഈ 3 സഹോദരങ്ങളും അവരെത്ര ദൂരെ അവരുടേതായ ലോകത്താണെങ്കിലും അവരെപ്പോഴും അവരുടെ ഫാമിലി എന്ന ബോണ്ടിൽ തന്നെ ആയിരിക്കും. ആൻഡേഴ്സൺ ഇവിടെ മൊത്തം കഥയും ഒരൊറ്റ മൊമെൻറ്റിൽ കൊണ്ടുവന്നു. ശരിക്കും നമ്മൾ ആരും ഒറ്റയ്ക്കല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലും. ഫൈനലി അവരുടെ സ്പെഷ്യൽ റീച്വൽ ചെയ്യാൻ അവർ പോകുന്നു. ഇതാണ് അതിന് പറ്റിയ സമയം. അവർ ഓടിയൊരു വലിയ പാറയുടെ മുകളിൽ എത്തുന്നു. അവിടുന്ന് 3 പേരും റീച്വൽ ചെയ്യുകയാണ്. ഈ പ്രാവശ്യം ആരും തെറ്റിക്കാതെ കറക്റ്റായി ചെയ്യുന്നുണ്ട്. അവരതിൽ സാറ്റിസ്ഫൈഡ് ആവുകയും സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു. വീണ്ടും ഒരു മനോഹരമായ സീൻ കാണിക്കുകയാണ്. അവർ 3 പേരും അവർക്ക് തിരിച്ചു പോകാനുള്ള മറ്റൊരു ട്രെയിനിൻ്റെ പിന്നാലെ ഓടുന്നു. അവരുടെയും അച്ഛൻ്റെയും ബാഗേജ് എല്ലാം താങ്ങി. അവർക്ക് മനസ്സിലാവുകയാണ് ഇത് താങ്ങി പിടിച്ച് ഓടിയാൽ അവർക്ക് ഈ ട്രെയിൻ മിസ്സാവുമെന്ന്. അങ്ങനെ അവർ ലിറ്ററലി അവരുടെ അച്ഛൻ്റെ ബാഗുകൾ ഓരോന്നോരോന്നായി താഴെയിട്ട് ഓടുന്നു. അപ്പോൾ അവർക്ക് ട്രെയിനിലേക്ക് ചാടിക്കയറാൻ പറ്റുകയാണ്. അവർ അത്രയും നേരം കൊണ്ടു നടന്ന അച്ഛൻ്റെ വെയിറ്റുള്ള ബാഗേജ് റിലീസ് ചെയ്തപ്പോൾ അവർക്ക് ഫൈനലി ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇത് അച്ഛനെ മറക്കുന്നു എന്നല്ല, മറിച്ച് അവരെ ഇത്രയും കാലം പിന്നോട്ട് വലിച്ച ദുഃഖങ്ങളൊക്കെ അവർ ഫൈനലി വിട്ടുകളയുന്നു എന്നാണ്. അങ്ങനെ ദ ഡാർജിലിംഗ് ലിമിറ്റഡ് അവരുടെ മാത്രം കഥയല്ല, നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ്. നമ്മളും ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഇപ്പോഴും പാസ്റ്റിലെ കുറേ ബാഗേജസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഈ പടം നമുക്ക് പറഞ്ഞു തരുന്നത് ഇത്തരത്തിലുള്ള ബാഗേജസ് ഒന്നും ഒരു റീച്വൽസും പ്ലാൻസും കൊണ്ട് ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. ഹീലിംഗ് തുടങ്ങുന്നത് നമ്മളെല്ലാം ഒറ്റയ്ക്ക് കൊണ്ട് നടക്കുന്നത് നിർത്തുമ്പോഴും അങ്ങനെയുള്ള വെയിറ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും ഫൈനലി പാസ്റ്റിലെ ലഗേജസ് വിട്ടുകളഞ്ഞ് ലൈഫിൽ മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കുമ്പോഴുമാണ്. ജസ്റ്റ് കീപ് ഗോയിങ്.